ആദ്യം തൊട്ട് പറയുന്നത് ഒരാളുമായിരുന്നു പിഷാരുടെ പേരൊന്ന് എഴുതി കൊടുത്തെങ്കിൽ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞാലെന്ന് ഒരു സംസാരമൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മാറി ഇപ്പം പാലക്കാടാണ്. പാലക്കാട് പിഷാടി പോയി കണ്ട എത്രമാത്രം വിജയം ഉറപ്പിക്കാൻ പറ്റുന്നത് ബാബുച്ചേട്ടൻ ഒരു എനിക്ക് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പം ഞാൻ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ടാണ് യാത്രയാക്കിയത്. ഇനി ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് MLA ആയിട്ടായിരിക്കും, ഒരു സംശയമില്ല. അത് മാത്രമല്ല, പാലക്കാട് അവിടെ BJP ശക്തമായിട്ടൊരു സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഷാഫി മത്സരിച്ചത് ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിട്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. കഴിഞ്ഞ 2 പ്രാവശ്യവും 3 പ്രാവശ്യവും ഉപതെരഞ്ഞെടുപ്പിനും അതിനു മുമ്പും കോൺഗ്രസ് സ്ഥാനാർത്ഥികളല്ലേ ജയിച്ചത്. 2 പ്രാവശ്യം ഷാഫിയും ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലും അല്ലേ ജയിച്ചത്. അപ്പം അതുകൊണ്ട് അവിടെ വിജയസാധ്യതയ്ക്ക് ഒരു കുറവില്ല. പിന്നെ മറ്റൊരു കാര്യം, പിഷാരടിയെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാറുണ്ട്. ഞാൻ പിഷാരടിയെ വിലയിരുത്തുന്ന ആളാണ് എപ്പോഴും. അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് എന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ വിലയിരുത്തലിൽ സാധാരണ ജനങ്ങളുമായി എത്രയും താഴെ തട്ടിൽ ഇടപെടുന്നതിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹം. ഞാൻ അവിടെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെയാണ് ഇദ്ദേഹം എൻ്റെ നോക്കി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണുകയും ചെയ്യും. പക്ഷെ അദ്ദേഹം ഇവിടെ ഉള്ള സമയത്ത് അദ്ദേഹം നടന്നൊരു സാധാരണക്കാരനെ പോലെ ക്ഷേത്ര ദർശനത്തിന് പോകണു, ഇവിടെയുള്ള പരിപാടിക്കൊക്കെ പോകുന്നു. അദ്ദേഹം ഒരു ഈശ്വരവിശ്വാസി, തികഞ്ഞ ഈശ്വരവിശ്വാസിയാണെന്നുള്ളതോടൊപ്പം തന്നെ മറ്റെല്ലാ സമുദായക്കാരുമായിട്ടും സമൂഹങ്ങളുമായിട്ടും നല്ല ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു സെലിബ്രിറ്റി മാത്രമല്ല, ഒരു ഗ്രൗണ്ട് ടു ദ എർത്ത് എന്ന് പറയത്തില്ലേ, ആ രീതിയിലുള്ള ഒരാളായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ ഉത്സവം നടക്കണോ, അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു വണ്ടിയിലാണ് പോകുള്ളൂ. അദ്ദേഹം ഇവിടെ നടന്ന് കുടുംബമായിട്ട് നടന്ന് അമ്പലത്തിലേക്ക് പോകുന്ന ഒരാളാണ്. ഞാൻ ചോദിച്ചു, അവിടെ വിളിച്ചു വല്ലതും പറയണമെന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഉത്സവം നടന്നു. വൈകുന്നേരം ഒരു 7:30 മണിക്ക് ഇദ്ദേഹം കുടുംബമായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ അവിടെ ഭയങ്കര തിരക്കാണ്, വിളിച്ചു പറയണമെന്ന് ചോദിച്ചു. വേണ്ട എന്നാ പറഞ്ഞത്. അപ്പോൾ ഒരു സെലിബ്രിറ്റി ആണെന്നുള്ളത് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. അല്ലാത്ത സമയത്തെല്ലാം സാധാരണക്കാരനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഒരു തടസ്സമില്ലാത്ത ഒരാളാണ് അദ്ദേഹം. സാധാരണക്കാരുമായിട്ട് മറ്റ് എന്നെ പോലെ അല്ലെങ്കിൽ മറ്റെല്ലാ ആളുകളെ പോലെ തന്നെ ആളുകളുമായിട്ട് ഇടപഴകാൻ പറ്റിയ ഒരാൾ തന്നെയാണ്, ഒരു സംശയമില്ല. അല്ല, ഇപ്പൊ പാലക്കാടല്ലേ നമ്മള്, പാലക്കാട് നിന്ന് ഇവിടെ ഡൈവേർട്ട് ചെയ്ത് പോകണ്ട. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ തൃപ്പൂണിത്തുറയിലെ കാര്യങ്ങള് സംസാരിക്കാൻ താല്പര്യം അല്ല. ഇപ്പൊ പാലക്കാടാണ് അത് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. ഇത് പറഞ്ഞ് പൂർത്തിയാക്കിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഏറ്റവും താഴെത്തട്ടിലെ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു സെലിബ്രിറ്റി എന്നുള്ളതല്ല, അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. മറ്റൊരു കാര്യം, ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ പിടിച്ചുകൊണ്ടുവന്ന് പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥിയാക്കുന്ന ഒരാളല്ല. കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോമിലെല്ലാം വരാൻ പല കലാകാരന്മാർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം പിഷാരടി അങ്ങനൊരു നിലപാടായിരുന്നില്ല. എപ്പോൾ വിളിച്ചാലും എന്ത് പരിപാടികൾക്ക് പോകാൻ സന്മനസ്സുള്ള ഒരാളാണ്. ആ നിലയിൽ അദ്ദേഹത്തിന് പാലക്കാട് ജനങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കാൻ സാധിക്കും എന്നാണ് ഈ വിശ്വസിക്കുന്നത്. ഞാൻ തീരുമാനിച്ചില്ല, ആരോഗ്യം അനുവദിച്ചാൽ പോകും.